സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു കഥയാണ്. കഥയെന്ന് പറയുമ്പോൾ വെറും കഥയല്ല, ശരിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കഥ. ലോക പ്രസിദ്ധമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ കണ്ടുപിടുത്തങ്ങളിൽ ചിലതൊക്കെ അബദ്ധവശാൽ നടന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അത്തരത്തിലുള്ള ഒരു അബദ്ധവശാൽ നടന്ന കണ്ടുപിടുത്തത്തെ പറ്റിയിട്ടാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാം, ലോകമെമ്പാടും ഏകദേശം രണ്ടാം ലോക മഹായുദ്ധ കാലത്തില് കുറേയധികം ആൾക്കാര് ചെറിയ മുറിവുകളിൽ പോലും വ്രണമേറ്റ് മരിച്ചിരുന്നു. അതായത് യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഈ മുറിവുകൾ കൊണ്ടല്ല, ആ മുറിവിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് കുറേയധികം ആൾക്കാർ മരണപ്പെട്ട ഒരു കാലം. അതുപോലെ വസൂരി പോലെയുള്ള മഹാവ്യാധികള് പിടിപെട്ട് കുറേയധികം ആൾക്കാർ മരണമടഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. ഈ ഒരു കാലത്ത് ബാക്ടീരിയൽ ഡിസീസസിനെ എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഈ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചതിന്റെ പിന്നിലെ കഥ വളരെ രസകരമാണ് കേട്ടോ. അതെന്താണ് എന്ന് മിസ് പറഞ്ഞുതരാം. ഈ ബാക്ടീരിയൽ ഡിസീസസ് ഇപ്പോഴും എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക്സ് ആണ്. നമുക്കറിയാം, ബാക്ടീരിയൽ ഡിസീസസ്, നമുക്കൊരു പനി വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പനി വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്താ പറയുക, നമുക്കിനി ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുക. ബാക്ടീരിയൽ ഡിസീസസ് എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ ആന്റിബയോട്ടിക് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഈ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച കഥ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടത്. ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട്, കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലാബില് പെട്രി ഡിഷില് കുറച്ചധികം ബാക്ടീരിയാസിനെ വളർത്തിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചധികം ബാക്ടീരിയാസിനെ അദ്ദേഹം വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെപ്റ്റോകോക്കസ് പോലെയുള്ള ബാക്ടീരിയാസിനെയാണ് അദ്ദേഹം കൾച്ചർ ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ലാബിൽ ഇതുപോലെയുള്ള കുറേയധികം പെട്രി ഡിഷിലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ടൂർ പോയി. ഒരാഴ്ചയോളം കാലം അദ്ദേഹത്തിന്റെ ലാബ് അടച്ചു വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയോ, അദ്ദേഹം എവിടെയോ അശ്രദ്ധമായി വെച്ചിട്ട് പോയ ഒരു ബ്രെഡ് കഷ്ണം എങ്ങനെയോ ഈ ഒരു ബാക്ടീരിയകൾ വളർത്തുന്ന പെട്രി ഡിഷിലേക്ക് വീഴുകയാണ്. ആ പെട്രി ഡിഷില് ഈ ബ്രെഡിന്റെ മുകളിൽ ചെറിയ ചെറിയ ഫംഗസുകൾ വളർന്നു വന്നിരുന്നു. ഈ ഫംഗസ് വീണ ഭാഗത്തുള്ള അത്രയും ബാക്ടീരിയാസ് നശിച്ചു പോയതായിട്ട് അലക്സാണ്ടർ ഫ്ലെമിംഗ് ശ്രദ്ധിച്ചു. ആദ്യം അദ്ദേഹത്തിന് വിഷമം വന്നു. അദ്ദേഹം കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന ബാക്ടീരിയാസ് ആണ് ഈ പെട്രി ഡിഷിൽ ഉണ്ടായിരുന്നത് അല്ലെ. പക്ഷെ കുറച്ചു നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ബ്രെഡിൽ വളരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബ്രെഡിൽ വളരുന്ന പെനിസിലിയം നൊട്ടേറ്റം, ഓക്കെ, പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിനെ ഇദ്ദേഹം കണ്ടെത്തുന്നത്. ഈ പെനിസിലിയം നൊട്ടേറ്റം പുറത്തുവിടുന്ന എന്തോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഈ ബാക്ടീരിയാസിനെ കൊല്ലുന്നതായിട്ട് അലക്സാണ്ടർ ഫ്ലെമിംഗിന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയകൾ വരുത്തുന്ന അസുഖം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്തൂടെ. അങ്ങനെയാണ് പെനിസിലിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആന്റിബയോട്ടിക്, പെനിസിലിയം നൊട്ടേറ്റത്തിൽ നിന്ന് പെനിസിലിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആന്റിബയോട്ടിക് ആര് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടന്നത് അബദ്ധവശാലാണ് എന്ന് ഇപ്പൊ നമുക്ക് പുതിയ അറിവായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ എന്ത് ചെയ്യാ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, take care.